നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഈ വീഡിയോയിൽ ചില ആളുകളുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. കാരണം നമ്മുടെ ചാത്തമംഗലത്തുള്ള NIT, പണ്ടത്തെ REC എഞ്ചിനീയറിംഗ് കോളേജ്, ഇപ്പോൾ NIT ആണ്. ആ NIT-യിലെ 2 ബോർഡ്, PWDന്റെ അധികാര സ്ഥലത്ത് NIT സ്ഥാപിച്ച 2 ബോർഡിലെ നിയമവിരുദ്ധമായ പരാമർശങ്ങൾ ഞങ്ങൾ മായ്ച്ചു കളഞ്ഞിരുന്നു. അതിൽ അനധികൃതമായി അതിക്രമിച്ച് കിടക്കരുത് എന്നും ഈ റോഡ് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നുള്ള നിയമവിരുദ്ധമായ ഒരു വാക്ക് തന്നെയായിട്ടാണ് ഞങ്ങൾ അതിനെ വിശേഷിപ്പിക്കുന്നതും ഞങ്ങൾ അതിനെ കാണുന്നതും. ശേഷം അതിന് മുമ്പ് തന്നെ, ഞങ്ങളത് അയക്കുന്നതിന് മുമ്പ് തന്നെ PWD അവരോട് അത് പൊളിച്ചു മാറ്റാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന് ശേഷം PWD അത് പൊളിച്ചു മാറ്റി പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട്. അപ്പൊ അതിൽ തന്നെ നമുക്ക് വ്യക്തമാക്കാം, തീർച്ചയായിട്ടും നിയമവിരുദ്ധമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ചെയ്തത്. കാരണം പൊതുജനങ്ങളുടെ മുമ്പിൽ ഇത്തരം ഒരു ബോർഡ്, PWDന്റെ ഒരു റോഡിൽ ഒരു ബോർഡ് വെക്കുമ്പോൾ ജനങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരാശങ്ക ഉണ്ടാകും, അവർക്കൊരു ഭയാശങ്കകൾ ഉണ്ടാകും. സഞ്ചാര സ്വാതന്ത്ര്യം, നമ്മുടെ പൗരന്മാരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ, ഭീതിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു വാചകങ്ങളാണ് അവിടെ NIT എഴുതി വെച്ചത്. നമുക്കറിയാം, NIT എന്ന് പറയുന്നത് എന്നെയും നിങ്ങളെയും അതുപോലെ തന്നെ നമ്മുടെ നാടിനെയും ഏറെ അഭിമാനത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു സ്ഥാപനമാണ് NIT. അതിൽ നമുക്ക് ആർക്കും സംശയമില്ല. NIT-യെ ഇകഴ്ത്താനുള്ള ഒരു ശ്രമവും ഞങ്ങൾ ആരും നടത്തുന്നില്ല. പക്ഷെ അവിടുത്തെ ചില ഉദ്യോഗസ്ഥന്മാർ ഞങ്ങൾ ഇവിടെ ഒരു രാജ വാഴ്ചയാണ്, അതല്ലെങ്കിൽ ഞങ്ങൾ NIT എന്ന് പറയുന്നത്, അല്ല IIM എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു സ്വന്തം രാജ്യമാണെന്നും ഞങ്ങളാണ് ഇവിടെ എല്ലാം ഭരിക്കുന്നതെന്നും വേറെ ആർക്കും ഇവിടെ ഒരു അധികാരവുമില്ല എന്നുള്ള രീതിയിൽ ജനങ്ങളെ ബോധിപ്പിക്കുന്ന രീതിയിൽ വളരെ അഹങ്കാരത്തോടുകൂടി ജനങ്ങളുടെ നികുതിപ്പണവും സർക്കാരിന്റെ പണവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അവർ അത്തരത്തിൽ പെരുമാറുന്നു എന്നുള്ളത് നമുക്കിവിടെ ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരായ ഷെരീഫ് മലയമ്മ അതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രവർത്തനങ്ങൾ NIT-ക്കെതിരെ, NIT-യുടെ മലിനീകരണത്തിനെതിരെ, പൊതുജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്കെതിരെ, അവിടെ ഉണ്ടാകുന്ന വിദ്യാർത്ഥിനികളുടെയും പ്രശ്നങ്ങൾക്കെതിരെ നിരന്തരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്. അതേപോലെ തന്നെ നിയാസ് കാരപ്പറമ്പ് സജീവമായിട്ട് ഈ വിഷയത്തിൽ ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾക്കെതിരെ ഇടപെട്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ സഹപ്രവർത്തകനാണ്. അപ്പോൾ ഷെരീഫിന് കൂടുതൽ കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ടാകും. 1962 REC സ്ഥാപിക്കപ്പെടുന്നത്. അതിനുശേഷം 2003 അത് NIT ആയി മാറുന്നത്. അതും ആ കാലഘട്ടത്തിലൊക്കെ NIT അവിടുത്തെ പ്രാദേശികമായി ജനങ്ങളുമായൊക്കെ വലിയ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. പ്രാദേശികമായ ജനങ്ങൾ അവിടെ താൽക്കാലിക ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, ക്യാൻറ്റീൻ നടത്തുന്ന ആളുകളുണ്ട്. അങ്ങനെ NIT-യുടെ ഉദ്യോഗസ്ഥരും നാട്ടുകാരും ഒക്കെ ആയിട്ട് വലിയ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ അടുത്ത കാലത്തായി, എനിക്ക് തോന്നുന്നത് 2019 ശേഷമാണെന്ന് എനിക്ക് തോന്നുന്നത്, പുതിയ ഡയറക്ടർമാരും പുതിയ ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്നതിന് ശേഷം അവർ അതിനെ അടച്ചുപൂട്ടിക്കൊണ്ട് വിദ്യാർത്ഥികളെയും നാട്ടുകാരെയും പരമാവധി ദ്രോഹിക്കുക എന്ന നിലപാടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു മാലിന്യ പ്രശ്നം വന്നാൽ, ഒരു കുറച്ച് കുന്നുപോലുള്ള സ്ഥലങ്ങളാണ്, ആ സ്ഥലത്ത് ഇവരുടെ മാലിന്യ സംസ്കരണം കൃത്യമായി നടക്കാത്തത് മൂലം അവിടുത്തെ നാട്ടുകാർ ഒരു പരാതി കൊടുത്താൽ അത് ചുരുട്ടിക്കൂട്ടി കൊട്ടയിലിടുന്ന അവസ്ഥ. അതുകൊണ്ട് ആ പ്രദേശത്തുള്ള ധാരാളം ആളുകൾ മലിനജലം കൊണ്ട് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ട്. അതിന് ഒരു പ്രക്ഷോഭം നയിച്ചാൽ അവരുടെ കേസെടുക്കുക, അത്തരം നിലപാടിലേക്കൊക്കെ പോകുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം, 100 കണക്കിന് കിഴക്കൻ മലയോര മേഖലയിൽ നിന്നും മലപ്പുറം ജില്ലയിൽ നിന്നൊക്കെ കോഴിക്കോട്ടേക്ക്, കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കൊക്കെ നിത്യേന ആയിരക്കണക്കിന് വാഹനങ്ങളും ജനങ്ങളും യാത്ര ചെയ്യുന്ന റോഡ് ഒരു സുപ്രഭാതത്തിൽ PWD മെയിൻറ്റെയിൻ ചെയ്യുന്ന റോഡ്, PWD നിർമ്മിച്ച റോഡ്, അത് തങ്ങളുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അടച്ചുപൂട്ടാനുള്ള ശ്രമം. അത് വലിയ തോതിലുള്ള ഒരു അഹങ്കാരത്തിലേക്കാണ് NIT പോകുന്നത്. ഇപ്പോൾ അടുത്ത ദിവസം 60 വയസ്സാണ് സാധാരണക്കാരായ ആളുകൾ ചെറിയ ഒരു ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു 10,000-18,000 രൂപക്ക് ജോലിക്ക് ശമ്പളം ചെയ്യുന്ന സെക്യൂരിറ്റി ജോലി. ഈ സെക്യൂരിറ്റി ജോലി സാധാരണഗതിയിൽ 60 വയസ്സായിരുന്നു കാലാവധി, അവരുടെ പ്രായപരിധി. പക്ഷെ അവരിപ്പോൾ ചെയ്തതെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം അവർ ഇന്റർവ്യൂ നടത്തിയത് 50 വയസ്സിന് മുകളിലുള്ള ആളുകളെ ഒഴിവാക്കുക എന്നൊരു തീരുമാനത്തിലാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സാധാരണക്കാരായ ആളുകൾക്ക് ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള സെക്യൂരിറ്റി ജോലിയിൽ പോലും അവർ കൈകടത്തിക്കൊണ്ട് അവരുടെ ജീവിതത്തിനെ വലിയ പ്രശ്നത്തിലാക്കുക. അതുപോലെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥി സമരം നടന്നു. വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സാധാരണഗതി ഒരു ജനാധിപത്യ രാജ്യം എന്ന നിലയ്ക്ക് വിദ്യാർത്ഥികൾ സമരം ചെയ്യാറുണ്ട്. അത്തരമൊരു സമരം ചെയ്ത 5 കുട്ടികൾക്ക്
32 ലക്ഷം രൂപ പിഴ ചുമത്തി കഴിഞ്ഞ ദിവസം. അതുപോലെ വിദ്യാർത്ഥികളെയും നാട്ടുകാരെയും പൊതുജനങ്ങളെയും ഒക്കെ ബാധിക്കുന്ന രീതിയിൽ ഇത് തങ്ങളുടെ ഒരു സാമ്രാജ്യമാണ് എന്ന രീതിയിൽ NIT ഡയറക്ടറും രജിസ്ട്രാറും അടക്കമുള്ള ഒരു കോക്കസ് അതിനെ സ്വന്തം സാമ്രാജ്യമാക്കി മാറ്റിക്കൊണ്ട് അത് പൊതുജനങ്ങളുമായും പൊതുജനങ്ങൾക്കെതിരായും എതിരായും ഒക്കെ പോകുന്ന വലിയൊരു ഘട്ടത്തിലൂടെയാണ് NIT കടന്നു പോകുന്നത്. ഇതിൽ നാട്ടുകാർക്ക് പ്രതിഷേധമുണ്ട്, അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് പ്രതിഷേധമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി സമരങ്ങൾ അടുത്ത കാലത്തായി വേണ്ടി വരും. കഴിഞ്ഞ ദിവസം PWD ആ ബോർഡ് എടുത്തു മാറ്റിയെങ്കിൽ പോലും അവിടെ NIT ആ റോഡിന്റെ അധികാരത്തിൽ നിന്നും അവരുടെ അവകാശവാദത്തിൽ നിന്നും പിന്നോട്ട് പോയിട്ടില്ല. അതിന്റെ അർത്ഥം അവർ പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞാൽ വീണ്ടും ചില അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് റോഡ് കെട്ടിയടക്കാനുള്ള ചില സംവിധാനങ്ങളിലേക്ക് നീങ്ങുന്നതിനാണ്. പക്ഷെ ഒരു കാരണവശാലും പൊതുജനങ്ങൾ, സാമൂഹ്യ പ്രവർത്തകർ, രാഷ്ട്രീയ പാർട്ടികൾ അടക്കമുള്ള നാട്ടുകാർ, വ്യാപാരി വ്യവസായികൾ അടക്കമുള്ള ഒരു സംവിധാനം കൂട്ടായി ചേർന്നുകൊണ്ട് അതിനെ പ്രതിരോധിക്കും തീർച്ചയായിട്ടും. ഇവിടെ നൗഷാദ് സൂചിപ്പിക്കേണ്ടായി, നമ്മളെ ഒരിക്കലും NITക്ക് എതിരല്ല. കാരണം അവിടെ ബോർഡ് വെച്ചതിൽ വെൽക്കം ടു NIT എന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും ആ ബോർഡ് നമ്മൾ വായിക്കാതെ നമ്മൾ അതിന് താഴത്തുണ്ടായ വാക്കുകൾ മാത്രമാണ് നമ്മൾ വായിച്ചത്. കാരണം പൊതുജനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായ വഴി അവർ പെട്ടെന്ന് തടസ്സപ്പെടുത്തുക, അല്ല അവരുടെ ആധിപത്യത്തിലേക്ക് നീക്കി മാറ്റുക എന്ന് പറഞ്ഞ ഒരു സംവിധാനം വന്നപ്പോഴും മാത്രമാണ് ഞങ്ങൾ ഇതിനോട് പ്രതികരിക്കാനോ പ്രതിരോധിക്കാനോ നിന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഇത് ജനങ്ങൾക്ക് വേണ്ടി കൂട്ടായ ഒരു തീരുമാനമായിട്ട് ഞങ്ങൾ ഇനി ഇത് തുടരുകയാണെങ്കിൽ ഇതൊരു സൂചന. അന്നൊരു ഒരുപാട് ദിവസങ്ങൾ സമരങ്ങൾ നടക്കുകയുണ്ടായി. ആ കണ്ട സമരങ്ങളൊക്കെ ഒരു സൂചന മാത്രമായിരിക്കും. ഇനിയും അവരിതുമായിട്ട് മുന്നോട്ട് വരികയാണെങ്കിൽ ശക്തമായ രീതിയിൽ തീർച്ചയായിട്ടും ഞങ്ങൾ പ്രതികരിക്കും.